Good afternoon. Namaskaram. എല്ലാവരെയും ഞാൻ മിഴിയോരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മിഴിയോരത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ഇസ് അബൌട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഇൻ കിഡ്സ്. ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനും നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുവാനുമായിട്ട് ഇന്ന് എന്നോടൊപ്പം ഇവിടെ അജ്മാൻ മെട്രോ മെഡിക്കൽ സെന്ററിന്റെ മെഡിക്കൽ ഡയറക്ടറും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ജമാലുദ്ദീൻ അബൂബക്കറാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. മിഴിയോരത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ കുറിച്ചാണ്. അതിന് മുന്നേ എനിക്കറിയാം, എന്താണ് യൂറിനറി ട്രാക്ട് എന്നൊന്ന് പറയാമോ? യൂറിനറി ട്രാക്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രണ്ട് കിഡ്നി ഉണ്ട്, ശരീരത്തിൽ രണ്ട് കിഡ്നി ഉണ്ട്. ഈ കിഡ്നിയാണ് ശരീരത്തിനുള്ള ഫിൽറ്ററിംഗ് ഒക്കെ നടത്തി ആവശ്യം ഇല്ലാത്ത വസ്തുക്കളെ പുറത്തു വിടുന്നത്. മൂത്രത്തിൽ ഇത് ഡിസോൾവ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത വസ്തുക്കളെ പുറത്തു വിടുന്നതാണ് ഈ കിഡ്നിയുടെ ഫങ്ഷൻ. അപ്പോൾ കിഡ്നി രണ്ട് ട്യൂബുണ്ട്, യൂറിറ്റർ എന്ന് പറയുന്ന രണ്ട് ട്യൂബ് നമ്മുടെ യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ മൂത്രസഞ്ചി എന്ന് പറയുന്ന ആ അടിഭാഗത്തുള്ള വയറിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു സഞ്ചിയിലായിട്ടാണ് ഇത് ഈ ഡ്രെയിൻ ചെയ്യുന്നത്. ഈ ട്യൂബിലൂടെ ഇത് ഡ്രെയിൻ ചെയ്ത് ഇതിലാണ് ഇത് കളക്ട് ചെയ്ത് വെക്കുന്നത്. ഇത് കളക്ട് ചെയ്ത് ഇത് വളരെ വലുതായി ഇത് നിറയുമ്പോൾ നമുക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു നമുക്ക് തോന്നലുണ്ടാകും. ഈ തോന്നലുണ്ടാകുമ്പോൾ ഞരമ്പുകളുടെ ഒക്കെ സഹായമുണ്ട്. മസിൽ, ഈ ബ്ലാഡറിൻ്റെ മസിൽ, അതായത് ഈ മൂത്രസഞ്ചിയുടെ മസിൽ കൺട്രാക്റ്റ് ചെയ്യും. ഇതിൻ്റെ ഒരു ട്യൂബുണ്ട് പുറത്ത് പോകുന്നത്, യൂറിത്ര എന്ന് പറഞ്ഞിട്ട് ഈ മൂത്രസഞ്ചിയിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ഒരു ട്യൂബുണ്ട്. ആ ട്യൂബിന് യൂറിത്ര എന്ന് പറയുന്നത്. അതിലൂടെ മൂത്രം പുറത്തു പോവുകയും ചെയ്യുന്നു. ഇതാണ് ശരിക്കുള്ള യൂറിനറി ട്രാക്ട് എന്ന് പറയുന്നത്. കിഡ്നി, അതിന് രണ്ട് ഡ്രെയിൻ ചെയ്യുന്ന രണ്ട് ട്യൂബുകൾ, ഈ ട്യൂബിനെ കളക്ട് ചെയ്യുന്ന, ഈ ട്യൂബിനെ ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ ട്യൂബ് കളക്ട് ചെയ്ത് ഡ്രെയിൻ ചെയ്തിട്ട് മൂത്രം ശേഖരിക്കുന്ന മൂത്രസഞ്ചി, അതിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു യൂറിത്ര എന്ന് പറയുന്ന ഒരു ചെറിയ കുഴൽ, ആ കുഴലിലൂടെ മൂത്രം പുറത്തു പോകുന്നു. ഈ മൂത്രം പുറത്തു പോകുന്നത് നമുക്ക് എങ്ങനെയാണ് പുറത്തു പോകുന്നത് വെച്ചാലും, ഈ മൂത്രം ഇതിൽ നിറയുമ്പോൾ ഒരു സെൻസേഷൻ ഉണ്ടാവും. കുട്ടികളിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ജനിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് നിറയുന്നതോടുകൂടി തന്നെ അവർക്ക് വേറെ ഇതൊന്നും ഉണ്ടാവുന്നില്ല, അപ്പോഴേ മൂത്രം പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു കൺട്രോളില്ല. ചിലപ്പോൾ 10-15 പ്രാവശ്യമൊക്കെ കുട്ടികൾ മൂത്രം ഒഴിക്കും. ആ ഒരു ന്യൂ ബോൺ പീരീഡിലും ആ ഒരു ചെറിയ ആ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന പ്രായത്തിൽ. അത് കഴിഞ്ഞാണ് ഈ ഒരു ഇതെങ്ങനെ, അതായത് ഈ മൂത്രം ഒഴിക്കുമ്പോൾ രണ്ട് ഫേസ് ആണ്. ഒന്ന് ഫില്ലിംഗ് ഫേസ് എന്ന് പറയുന്നത്, അതായത് മൂത്രം ഇതിൽ ഡ്രെയിൻ ചെയ്യുന്നു, അന്ന് നിറയുന്നു. പിന്നെ അത് പോകുന്ന വോയിഡിങ് ഫേസ് ഉണ്ട്. അതായത് ഫില്ലിംഗ് ഫേസ് കഴിഞ്ഞിട്ട് അത് മൂത്രം പോകുന്ന വോയിഡിങ് ഫേസ് ഉണ്ട്. ആ വോയിഡിങ് ഫേസ് എന്ന് പറയുമ്പോൾ ഈ മൂത്രസഞ്ചിയിലുള്ള ആ മസിലുകൾ കൺട്രാക്റ്റ് ചെയ്യും. ഈ നേരത്തെ ഞാൻ പറഞ്ഞ യൂറിത്ര എന്ന് പറയുന്ന ആ ട്യൂബിൻ്റെ അവിടെ ആ ഭാഗത്ത് യൂറിത്രയുള്ള സ്ഫിങ്ക്ടർ ഉണ്ട്, അവിടെയുള്ള വാൾവ് ഉണ്ട്. ഇതൊക്കെ റിലാക്സ് ചെയ്യണം, നിലയിൽ മൂത്രം പോകുള്ളൂ. കാരണം ഇത് കൺട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ അടഞ്ഞു നിൽക്കുമ്പോൾ പ്രശ്നമാണ്. അപ്പോൾ അവിടെ അടഞ്ഞു നിൽക്കാതെ അത് തുറന്നു പോകണം. അതിനാണ് മൂത്രം തുറന്നു പോകും. അങ്ങനെയാണ് മൂത്രം പുറത്തു പോകുന്നത്. ഇതാണ് മൊത്തത്തിൽ, അല്ലെങ്കിൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ യൂറിനറി ട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇതിലെങ്ങനെ ഇൻഫെക്ഷൻ പിടിപെടുന്നത്? ഇതിൻ്റെ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് പറയാം, ഇതിലൊരു അപ്പർ ട്രാക്ട് എന്ന് പറയും. അപ്പർ ട്രാക്ട് എന്ന് പറഞ്ഞാൽ ആ മറ്റേ കിഡ്നി മാത്രം ഇരിക്കുന്നതിനാണ് അപ്പർ ട്രാക്ട് എന്നത്. ഈ കിഡ്നിയുടെ ഭാഗം മാത്രം ഉണ്ടാകും. അതിനകത്ത് പിന്നെ യൂറിറ്ററിൻ്റെ ബ്ലാഡറിലും ആ യൂറിത്രയിലും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. അപ്പോൾ അപ്പർ ഇൻഫെക്ഷൻ ഉണ്ടാവാം, ലോവർ ഇൻഫെക്ഷൻ ഉണ്ടാവാം. ഈ അപ്പർ ഇൻഫെക്ഷൻ കുറച്ചും കൂടി ഗൗരവമുള്ളതാണ്. കാരണം കിഡ്നിയെ ബാധിക്കുന്നതാണ്. കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അത്ര തന്നെ കോംപ്ലിക്കേഷൻ ഇല്ലാത്തതാണ്. പക്ഷേ ഒരു ഡോക്ടർമാർക്കാണെങ്കിലും അല്ലെങ്കിൽ സിംറ്റം വൈസോ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇത് അപ്പർ ആണോ ലോവർ ആണോ എന്നുള്ളത്. സിംറ്റംസ് കുറച്ചും കൂടി കൂടുതലായിട്ടും ഗൗരവമായിട്ടും ഇതിനകത്ത് ഉണ്ടാവാം. മറ്റേ അപ്പർ ട്രാക്റ്റിൽ ഉണ്ടാവാം. ലോവർ ട്രാക്റ്റ് ആകുമ്പോൾ അത്ര തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് വളരെ ലളിതമായി നമുക്ക് പറയാം. പക്ഷേ അത് ക്ലിനിക്കലായിട്ടും മറ്റും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് ഇൻവെസ്റ്റിഗേഷൻ നടത്തി തന്നെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഷിറിൻ ചോദിച്ച മറ്റേ ചോദ്യം, എങ്ങനെയാണ് ഇൻഫെക്ഷൻ കയറുന്നത്? അതിന് മുന്നേ നമുക്കൊരു കോൾ അറ്റൻഡ് ചെയ്യാം. ഹലോ. യെസ്, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് ബാജു മുട്ടത്ത്, ഞാൻ ഷാർജയിൽ നിന്നാ. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓക്കെ. ഹലോ. യാ ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ, ഞാൻ ജസ്റ്റ് ഇപ്പൊ കണ്ടപ്പോ വിളിക്കുകയായിരുന്നു. ഞാൻ വിളിക്കുന്നത് എന്റെ മിസ്സിസിന് വേണ്ടിയിട്ടായിരുന്നു. ഷീസ് ഇൻ നൗ നേറ്റീവ്, നമ്മുടെ നാട്ടിലാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഡെലിവറി ആയിരുന്നു, സിസേറിയൻ ആയിരുന്നു. ഇപ്പൊ നാട്ടില് ഞാൻ വിളിച്ചിരുന്നു, 2 ദിവസം ആയിട്ട് അവൾക്ക് മോഷൻ കുറച്ച് ഇതായിരുന്നു. സിസേറിയൻ കഴിഞ്ഞ് അവരുടെ ആന്റിബയോട്ടിക് ഒക്കെ എടുത്തതിന്റെ ആയിരിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ വിളിച്ചപ്പോ അവൾക്ക് ഒത്തിരി അസ്വസ്ഥതയാണ്. അവിടെ അവൾക്ക് കാലത്തൊരു ഷിവറിങ് കണ്ടു. അപ്പൊ വീണ്ടും ഡോക്ടറെ വിളിച്ചപ്പോ ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്നെല്ലാം ഡിസ്ചാർജ് ചെയ്തു. ഇന്ന് കാലത്ത് വിളിച്ചപ്പോ ജസ്റ്റ് ഷിവറിങ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. വൈഫിന്റെ കാര്യമാണ് ചോദിക്കുന്നത് അല്ലേ?
വൈഫിന്റെ കാര്യത്തിന് വേണ്ടിട്ടായിരുന്നു. ഷിവറിംഗ്. അപ്പൊ എന്താ ഡോക്ടർമാർ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ ഉണ്ടെന്നോ? ഡോക്ടർ പറയായിരുന്നു യൂറിനറി ഇൻഫെക്ഷൻ ആവാൻ സാധ്യത ഉണ്ടായിരുന്നു. അതെ അതെ, ഇപ്പൊ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ഈ ഷിവറിംഗ് വരാൻ സാധ്യതയുണ്ട്, പനിയും വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോ ഇതേപോലുള്ള ഓപ്പറേഷൻ പനി ഉണ്ടായിരുന്നു കാലത്ത് ജസ്റ്റ് കുളിച്ചു കഴിഞ്ഞപ്പോ ജസ്റ്റ് ഷിവറിങ്ങിനോട് കൂടെ പിന്നെ പനിയും കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഈ സിസേറിയനൊക്കെ ചെയ്യുമ്പോൾ ബ്ലാഡറിൽ നമുക്ക് യൂറിത്ര, ഞാൻ നേരത്തെ പറഞ്ഞില്ല, യൂറിത്ര ഇതിനകത്ത് കാത്തീറ്റർ എന്ന് പറഞ്ഞ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. മൂത്രം ശരിക്കും ഡ്രെയിൻ ചെയ്ത് പോരാൻ വേണ്ടിയിട്ടും ഒക്കെ സിസേറിയൻ ചെയ്യുമ്പോൾ ചെയ്യും. അപ്പോൾ അങ്ങനെ അപൂർവമായിട്ട് ചിലപ്പോൾ ഇൻഫെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇൻഫെക്ഷൻ വന്നിട്ടുള്ളത്. ഏതായാലും ഹോസ്പിറ്റലാണ് അത്ര ഗൗരവമുള്ള പ്രശ്നമൊന്നുമല്ല. വലിയ ആളുകളിൽ ഈ മൂത്രാശയ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ രോഗാണുബാധ ഉണ്ടാകുമ്പോൾ അത് അത്ര പ്രശ്നമുള്ളതല്ല. പിന്നെ ഹോസ്പിറ്റലാണല്ലോ, അതിന് വേണ്ട ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്ത് അത് യൂറിൻ ടെസ്റ്റ് ചെയ്തു, അതിൻ്റെ യൂറിൻ കൾച്ചർ ചെയ്തിട്ട് നമുക്ക് എന്താണ് അതിന് വേണ്ട ഏറ്റവും അനുയോജ്യമായുള്ള ആൻറ്റിബയോട്ടിക്സ് എന്താണെന്ന് കണ്ടുപിടിക്കാനും അത് കൊടുത്താൽ അത് ഒരു 3 ദിവസം മുതൽ 5 ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയി മാറുകയും ചെയ്യും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ മോഷന്റെ ആണ് ആൾക്ക് പ്രോബ്ലം ആയിരിക്കുന്നത്. 2 ദിവസമായിട്ട് മോഷൻ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് കാലത്താണ് ഈ ഒരു സംഭവം. അപ്പൊ ഞാൻ പെട്ടെന്ന് ടി വി വെച്ചിരുന്ന നേരത്താണ് ഈ ഒരു യൂറിനറി ഇൻഫെക്ഷനോട് ബന്ധപ്പെട്ടുള്ള ഡോക്ടർ വിട്ടിരുന്നത്. ഞാൻ ജസ്റ്റ് വിളിക്കുകയായിരുന്നു അന്നേരം. അതെ, എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ അതാണ് ഇപ്പൊ ഈ കോൺസ്റ്റിപ്പേഷൻ ഒരു സിസേറിയൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു ഓപ്പറേഷൻ ചെയ്യുമ്പോഴും കുറച്ച് ഈ നമുക്ക് മലം പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഈ മലം കുറച്ച് പോവാതിരിക്കുമ്പോൾ ഈ മൂത്രാശയ ഇൻഫെക്ഷൻ, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് രണ്ടും കൂടി ആയപ്പോഴായിരിക്കും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവുക. ഏതായാലും അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ വേണ്ട, അതിന് ഏതാണ് മരുന്ന് എന്നുള്ള അനുയോജ്യമായിട്ടുള്ളത് കണ്ടുപിടിക്കുകയും അതിനാണ് കൾച്ചർ ചെയ്യുന്നത്. ആ കൾച്ചർ ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച മരുന്ന് ശരിക്കും കൊടുക്കുകയും ചെയ്താൽ ഒരു 2 ദിവസം കൊണ്ട് ഈ പനിയും വിറയിലൊക്കെ മാറും. പിന്നെ ചിലപ്പോൾ ഒരു 5 to 7 days മരുന്ന് കൊടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഫോർ യുവർ ഓൾ ദി താങ്ക്സ് എ ലോട്ട്. നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ഈ ഇൻഫെക്ഷൻ വരുന്നത് എന്നുള്ളതാണ്. ഇൻഫെക്ഷൻ വരുന്നതിന് പല കാരണങ്ങൾ. ഒരു ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു ഹോസ്റ്റ് ഫാക്ടർ ഉണ്ട്. അതായത് ഇപ്പോൾ ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ, ഈ മനുഷ്യനിൽ എങ്ങനെ ഇൻഫെക്ഷൻ കയറുന്നു. അപ്പോൾ നമ്മളുടെ ഇമ്മ്യൂണിറ്റി അതിന് ഒരു ഘടകമാണ്. നമുക്ക് രോഗപ്രതിരോധ ശേഷി എങ്ങനെയുണ്ട് എന്നുള്ളത്, നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ളത്, നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന എന്തെങ്കിലും അസുഖമുണ്ടോ. ഇപ്പോൾ വലിയ ആളുകളാണെങ്കിൽ ഡയബറ്റീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതല്ലെങ്കിൽ അവർക്ക് ക്യാൻസറോ അതുപോലുള്ള മറ്റ് ക്യാൻസറിന് പോലുള്ള അസുഖങ്ങൾക്ക് ചികിത്സിച്ചിട്ട് ഇമ്മ്യൂണിറ്റി കുറയുന്ന എന്തെങ്കിലും അവസ്ഥയുണ്ടോ. ഇതൊക്കെയാണ് ഈ ഹോസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഏജൻറ്റ് ഫാക്ടർ ഉണ്ട്. ഏജൻ്റാണ് ഈ ബാക്ടീരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. ഈ ഏജൻറ്റ് ഫാക്ടർ അതിന് അവിടുത്തെ ഈ മൂത്രാശയത്തിലേക്ക് അത് കയറാൻ പറ്റണം. അത് അവിടെ കോളനൈസേഷൻ ഒരു ഭാഗത്ത് ഇരുന്ന് അതിന് മൂത്രാശയത്തിലേക്ക് കയറും. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. ഇതൊക്കെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഒരു എൻവയോൺമെൻറ്റ്, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഈ വൈറസ് ആണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവിടെ എങ്ങനെ അത് സർവൈവ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫാക്ടർ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇത് നമുക്കൊരു നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ UTI വരുമ്പോൾ ഇത് പെൺകുട്ടികളിലാണ് കൂടുതൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. 1 വയസ്സ് കഴിഞ്ഞാൽ, 1 വയസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികൾക്കും ഏകദേശം തുല്യമായിട്ടുള്ള ഇൻസിഡൻസ് ആണ് ഉണ്ടാകുന്നതെങ്കിലും 1 വയസ്സ് കഴിഞ്ഞൊരു 4 വയസ്സിനുള്ളിൽ പെൺകുട്ടികളിലാണ് ഇത് കൂടുതൽ ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ പെൺകുട്ടികൾ വരാൻ പല കാരണങ്ങളുണ്ട്. അതൊന്ന് അവരുടെ യൂറിത്ര വളരെ ചെറുതാണ്. യൂറിത്ര എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആൺകുട്ടികൾക്കാണെങ്കിൽ ഈ അവരുടെ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എന്ന് പറയുന്നത് ആ പെനീസിൻ്റെ കുറച്ച് നീളം ഉള്ളതുകൊണ്ട് ആ യൂറിൻ അല്ലെങ്കിൽ ഈ യൂറിത്ര എന്ന് പറയുന്ന ആ ഒരു മൂത്രനാളി അല്ലെങ്കിൽ ആ ഒരു കുഴൽ കുറച്ചും കൂടി വലിപ്പമുള്ളതാണ് ആൺകുട്ടികൾ. പെൺകുട്ടികൾ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കോളനൈസേഷനും ബാക്ടീരിയ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ 80% ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതും ഈ കോളൈ എന്നൊരു ബാക്ടീരിയയാണ്. ഈ കോളൈ എന്നുള്ളത്, ഈ കോളൈ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നമ്മുടെ വയറ്റിലാണ്. അതുകൊണ്ട് മലത്തിലൂടെയാണ് ഇത് പുറത്തു പോകുന്നത്. അപ്പോൾ ഈ മലം പോകുന്ന ആനൽ ഓറിഫൈസും അല്ലെങ്കിൽ ആനൽ ആ ഒരു മറ്റേ ഇതും അതിൻ്റെ ഓപ്പണിങ്ങും ഈ യൂറിത്രയും വളരെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് ഈ യൂറിൻ ഇവിടെ കോളനൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരണമെന്നില്ല. ഇത് ഉള്ളിലോട്ട് കയറണം, യൂറിത്രയിലോട്ട് കയറണം. യൂറിത്രയിൽ കയറാൻ പല കാരണങ്ങളും നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി കുറയുന്ന എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് കയറുകയും അങ്ങനെയാണ് ഇത് ഇൻഫെക്ഷൻ വരുന്നത്. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? ഞാൻ സുബൈദ, ദുബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് സംസാരിച്ചോളൂ. അതെ അതെ. ഹലോ ഹലോ, ചോദിച്ചോളൂ. ഞാന് എന്റെ പേര് സുബൈദ. ഉറക്കെ സംസാരിക്കണേ. ഹലോ, എന്റെ പേര് സുബൈദ. എനിക്ക്
യൂറിന്റെ ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ വിളിച്ചിരിക്കേ. പിന്നെ എനിക്ക് ചില സമയങ്ങളിൽ യൂറിൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട്. ഞാൻ വെള്ളം ധാരാളം കുടിക്കും, എന്നാലും ബാത്റൂമിൽ പോയി യൂറിൻ പോവുകയില്ല. വല്ലാത്തൊരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടാണ് ആ സമയത്ത് ഉണ്ടാവാറ്. അത് യൂറിൻ പോവില്ല. യൂറിൻ ആണെങ്കിൽ എനിക്ക് പോകണം നല്ല ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഞാൻ വിചാരിച്ചാൽ എനിക്ക് യൂറിൻ പോവില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട്. അപ്പം നന്നായി ഞാൻ വെള്ളം തന്നെ കണ്ടമാനം ഞാൻ കുടിക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇത് നമ്മളിന്ന് നമ്മുടെ സബ്ജക്ട് കുട്ടികളുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണെങ്കിലും ഇപ്പൊ ഈ സബ്ജക്റ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സാധാരണ ഇപ്പൊ സ്ത്രീകളിൽ ഇങ്ങനെ വരുമ്പോഴേ പല കാരണങ്ങൾ കൊണ്ട് ഇത് വരാമെങ്കിലും ഇത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആവണമെന്നില്ല. അപ്പോൾ പല കാരണങ്ങളും മൂത്രം ഒഴിഞ്ഞു പോകാനുള്ള മൂത്രസഞ്ചി കംപ്ലീറ്റ് ആ ബ്ലാഡർ എംപ്റ്റി ആക്കാനുള്ള എന്തെങ്കിലും തടസ്സം ഉണ്ടാവും ഇങ്ങനെ വരാം. അങ്ങനെ സ്ത്രീകളിലാണെങ്കിൽ ചിലപ്പോൾ ഒരു യൂട്രസിന്റെ ഒരു പ്രൊലാപ്സ് പോലെ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇപ്പോൾ കുറേ ഒരു പ്രസവിച്ച സ്ത്രീകളിലാണെങ്കിൽ ആ യൂട്രസ് കുറച്ച് പ്രൊലാപ്സ് യൂട്രസ് കുറച്ചും കൂടി ഡിസെൻഡ് ചെയ്യും, കുറച്ചും കൂടി താഴ്ന്നിട്ട് അത് ഇതിനകത്ത് പ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് കോൺസ്റ്റിപ്പേഷൻ ആണ്, നമുക്ക് മലം ശരിക്കും പോകുന്നില്ല. ഇങ്ങനെ രണ്ട് കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ വരാം, മൂത്രം ശരിക്കും ഒഴിഞ്ഞു പോകാതിരിക്കാം. അതേസമയത്ത് നമുക്ക് മൂത്രം ഒഴിച്ച് കഴിയുമ്പോഴും മുഴുവൻ മൂത്രം പോയില്ല എന്നുള്ളൊരു തോന്നല്, അതേസമയത്ത് വീണ്ടും നമ്മൾ പോകുന്നത്, ഇങ്ങനെയുള്ള ഒരു ഇതുണ്ടാവാം. ഇതൊരു ബ്ലാഡർ ഡിസ്ഫങ്ഷൻ എന്ന് പറയും, വോയിഡിങ് ഡിസ്ഫങ്ഷൻ എന്ന് പറയും. ഇത് ഫങ്ഷനിലാണ്. ചിലപ്പോൾ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇങ്ങനെ വരാറുണ്ട്. മൂത്രം ഒഴിക്കുക, ഇതിപ്പോൾ ഹെസിസ്റ്റൻസി എന്നാണ് ഇതിന് പറയാം. നമുക്ക് മൂത്രം പോവും, നാം മൂത്രം ഒഴിക്കണം തോന്നും, നാം മൂത്രം മുഴുവൻ പോകുന്നില്ല. അപ്പൊ ഇത് ഒന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ ബാക്കി അല്ലെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ച് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കാരണം വ്യക്തമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് ചികിത്സ എന്തെങ്കിലും വേണ്ടതാണെങ്കിൽ ചികിത്സ പറഞ്ഞു തരും. അതല്ല ഇതിനെന്തെങ്കിലും ട്രെയിനിങ്, നമുക്ക് തന്നെ മൂത്രം ഒഴിക്കുന്നതിനുള്ള ചില ട്രെയിനിങ്ങുകൾ ഉണ്ട്, കുട്ടികൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള ചില ട്രെയിനിങ്ങുകൾ, അതാണ് ആവശ്യം വെച്ചാൽ അത് അവർ പറഞ്ഞു തരും. അപ്പൊ എന്തായാലും ഇതൊന്ന് പരിശോധിപ്പിക്കുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും യൂട്രസിന്റെ ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ആണോ, അതല്ല നമുക്ക് കോൺസ്റ്റിപ്പേഷൻ മൂലം ഉണ്ടാകുന്ന എന്തെങ്കിലും ആണോ എന്നുള്ളത് ഒന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് അതിനെ ഫലപ്രദമായി ചികിത്സിക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ബാക്ടീരിയ, സാധാരണ ബാക്ടീരിയ ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ഈ ബാക്ടീരിയ അതിലോട്ട് കയറുകയും അങ്ങനെയാണ് ഇൻഫെക്ഷൻ വരുന്നത്. അപ്പൊ അതിന്റെ കോളനൈസേഷൻ പറയും. അപ്പൊ ഇത് പെൺകുട്ടികളാണ് കൂടുതൽ നടന്നത്. അതേപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിൽ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പെൺകുട്ടികളോളം തന്നെ ഇതിന്റെ ഒരു ഇൻസിഡൻസ് ഉണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ആൺകുട്ടികളുടെ ജെനൈറ്റേലിയ, അവരുടെ ലിംഗത്തിന്റെ അഗ്രം, ആ സ്കിന്നുണ്ടല്ലോ, ആ സ്കിന്ന് ഈ യൂറിത്രയുടെ ആ മൂത്രം പോകുന്ന ആ ദ്വാരത്തിനെ മൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ആ സ്കിന്ന് റിട്രാക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ബാക്ടീരിയ വളരാനുള്ള സാധ്യത ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സ്കിന്നിൻ്റെ അടിയിൽ ഉള്ള ആ നനവുണ്ടാവും. അതേപോലെ തന്നെ ഇതിന് ബാക്ടീരിയക്ക് കോളനൈസ് ചെയ്യാനും ബാക്ടീരിയക്ക് പെരുകാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂത്രത്തിൻ്റെ യൂറിത്രയുടെ അറ്റത്ത് മൂത്രം പോകുന്ന ആ ഓറിഫൈസിൽ കൂടുതൽ ബാക്ടീരിയ കോളനൈസ് ചെയ്താലും നമ്പർ ഓഫ് ബാക്ടീരിയ കൂടാനും സാധ്യതയുണ്ട്. ഈ ബാക്ടീരിയ ഉള്ളിലോട്ട് കയറിയിട്ട് ഇതുണ്ടാക്കുന്നത്. അതുകൊണ്ട് സർക്കംസിഷൻ ചെയ്യുന്നത് ഈ പ്രപ്യൂസ് ഈ സ്കിന്ന് കട്ട് ചെയ്ത് കളയുന്നതിനാണ് സർക്കംസിഷൻ എന്ന് പറയുന്നത്. ഈ സർക്കംസിഷൻ ചെയ്യുന്ന ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഒരു 4 മുതൽ 10 ഇരട്ടിയിൽ കുറവ്, അതായത് സർക്കംസിഷൻ ചെയ്യാത്തൊരു കുട്ടിക്ക് 4 മുതൽ 10 ഇരട്ടി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഈ ഒരു വയസ്സിൽ ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് സർക്കംസിഷൻ ചെയ്യുന്നത് ഈ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കുറയ്ക്കാൻ സാധിക്കും. അതേപോലെ തന്നെ സർക്കംസിഷൻ ചെയ്യുന്നത് മറ്റ് പല കാര്യങ്ങൾക്കും ഇപ്പോൾ നല്ലതാണെന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്. അതൊന്ന് ഇതിനകത്ത് ഇപ്പം ഇതിങ്ങനെ ഈ സർക്കംസിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ ഇതിനോട് സാന്ദർഭികമായി വന്നുകൊണ്ട് പറയാണ്, ഇതിനകത്ത് വരികയാണെങ്കിൽ ചിലപ്പോൾ ഇൻഫ്ലമേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് തലയ്ക്ക് ഇൻഫെക്ഷനും അത് കുറച്ച് വീർത്ത് വരാനൊക്കെ, ഇതിന് ബലനൈറ്റിസ് എന്ന് പറയും, ബലനോപ്രോസ്റ്റൈറ്റിസ് എന്ന് പറയും, ചിലപ്പോൾ ഗ്ലാൻസ് ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ പിനൈൽ ക്യാൻസർ ഈ സർക്കംസിഷൻ ചെയ്യുന്ന ആളുകളിൽ കുറച്ച് കുറവാണെന്ന് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചിലതരം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഈ സർക്കംസിഷൻ ചെയ്യുന്ന ആളുകളിൽ കുറവാണ് കണ്ടുവരുന്നത് ആസ് എൻ അഡൽട്ട്. അതിപ്പോൾ HIV, പിന്നെ HPV എന്ന് പറഞ്ഞ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഇത് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് 70% സെർവൈക്കൽ ക്യാൻസർ, അത് സ്ത്രീകളിൽ
അവരുടെ യൂട്രസിൻ്റെ അടിഭാഗമാണ് ഈ സെർവിക്സ് എന്ന് പറയുന്നത്. ആ ക്യാൻസറിന് 70% കാരണം ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. അപ്പോൾ അത് അവരുടെ സെക്ഷൽ പാർട്ട്ണർക്ക് ഇപ്പോൾ ഇതേപോലുള്ള ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സ്ത്രീകളിൽ ഈ ഇൻഫെക്ഷൻ വരാനും അത് ഭാവിയിൽ അവർക്ക് ഈ സെർവൈക്കൽ ക്യാൻസർ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സർക്കംസിഷൻ ചെയ്യുന്ന മെയിൽസിൽ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ കോളനൈസേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കുറവാണ്. അതുകൊണ്ട് അതും ഒരു കാരണമാണ്. അപ്പോൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ലൈക്ക് HIV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഹെർപ്പിസ് ഇതൊക്കെ കുറവാണ് സർക്കംസിഷൻ ചെയ്യുന്ന വലിയ ആളുകളിൽ കാണുന്നത്. കുട്ടികളിൽ ഇതേപോലെ ഇൻഫെക്ഷൻ കുറയ്ക്കാനും ഇത് സഹായിക്കും. അതുകൊണ്ട് സർക്കംസിഷൻ ഇപ്പോൾ സാധാരണ ഇപ്പോൾ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പറയുന്നത് പേരൻസിനോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അവർക്ക് ദേ ഹാവ് ദെയർ ഓൺ ചോയ്സ്. നമ്മളിതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, നോൺ കമ്മിറ്റഡായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇതിൻ്റെ ഗുണങ്ങൾ, ഇതിൻ്റെ ദോഷങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് ദേ കെൻ ഡിസൈഡ് ഓൺ ദെയർ ഓൺ. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു അപ്രോച്ച്. അല്ലാണ്ട് ഇതൊരു മസ്റ്റായിട്ട് ചെയ്യണം എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്, പക്ഷേ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ദോഷമൊന്നുമില്ല. ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാം, അല്ലെങ്കിൽ ചെറിയ ബ്ലീഡിങ് വരാം. ഇത് മാത്രമുള്ള അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇൻഫെക്ഷനിലോട്ട് വരികയാണെങ്കിൽ അപ്പോൾ ഒന്ന് ഈ സർക്കംസിഷൻ ചെയ്യുന്ന കുട്ടികൾ, പിന്നെ ഞാൻ ആൺകുട്ടികളും പെൺകുട്ടികളുടെ വ്യത്യാസം നമ്മൾ കണ്ടു. പിന്നീട് ഇത് എന്തെങ്കിലും നിലക്കുള്ള ഇമ്മ്യൂണിറ്റി കുറവുള്ള കുട്ടികളിലാണെങ്കിൽ ഇതിന് കുട്ടികളിലും വലിയവരിലും ആണെങ്കിലും അതേപോലെ തന്നെ ഇൻഫെക്ഷൻ വരുന്നത്. പിന്നെ ഒരു ജെനറ്റിക് ഫാക്ടർ ഉണ്ട്. ചിലപ്പോൾ ഇൻഫെക്ഷൻ ഫാമിലിയിൽ ചിലപ്പോൾ ഇങ്ങനെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അത് എന്താണ് കാരണം എന്ന് അവർ പറയുന്നത് വെച്ചാൽ ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ അതിനകത്ത് ഒരു ഇത് ചെയ്യണം, അതിന് ഒരു റിസപ്റ്റർ വേണം. അതവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു റിസപ്റ്റർ എന്ന് പറയും. ആ റിസപ്റ്റർ ജെനറ്റിക്കലി ഡിറ്റർമിൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻഫെക്ഷൻ ചില ഫാമിലിയിൽ കൂടുതൽ ഇൻഫെക്ഷൻ വരാനും അതുമൂലം കിഡ്നിക്ക് ഡിസീസ് വരാനും സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അതൊന്ന് ഫാമിലി ഇതായിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും ഈ യൂറിനറി ട്രാക്റ്റിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി വരികയാണെങ്കിൽ, അബ്നോർമാലിറ്റി എന്ന് പറയുമ്പോൾ ഇതൊരു ഒബ്സ്ട്രക്ഷൻ ആവാം. ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ ഇപ്പോൾ അത് എവിടെയും വരാം. ഒബ്സ്ട്രക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ട്യൂബ്, കിഡ്നിയിൽ വരുന്ന ആ ട്യൂബ്, 2 ട്യൂബ് ഉണ്ട്. ആ ട്യൂബിൽ എവിടെയെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരാം. അതല്ലെങ്കിൽ നമ്മുടെ മൂത്രസഞ്ചിയിൽ ഒബ്സ്ട്രക്ഷൻ വരാം. മൂത്രം പുറത്തു പോകുന്ന ആ ഭാഗത്ത് ആ യൂറിത്ര എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരാം. അതാണ് കുട്ടികളിൽ പോസ്റ്റീരിയർ യൂറിത്രൽ വാൾവ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ആ യൂറിത്രയിൽ വരുന്നൊരു വാൾവാണ് അത് മൂലം ഒബ്സ്ട്രക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ, ഏതെങ്കിലും യൂറിനറി ട്രാക്റ്റിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി മൂലം കൂടുതൽ റിക്കറൻ്റ് ആയിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുട്ടികളിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനുള്ള കാരണം എന്ന് പറയുന്നത്. ബാക്ടീരിയ ഇത് റിക്കറൻ്റ് ആയിട്ട് വരാൻ അത് ഒന്നുകിൽ അതിൻ്റെ ജെനറ്റിക് ഫാക്ടർ ആവാം, ആൺകുട്ടികളും പെൺകുട്ടികളുടെ വ്യത്യാസമുണ്ട്. പിന്നെ എന്തെങ്കിലും അബ്നോർമാലിറ്റി, സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി, ഇതേപോലെ ഒബ്സ്ട്രക്ഷൻ വേറെ എന്തെങ്കിലും വന്നതുകൊണ്ടും ഇത്തരത്തിലുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, ഇതിൻ്റെ ഈ ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പറയുമോ? ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ആളുകളിൽ ഉണ്ടാകുന്ന പോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു സിംറ്റം കുട്ടികളിൽ കാണാറില്ല. കുറച്ച് മുതിർന്ന കുട്ടികൾ ഓഫ് കോഴ്സ് വരും. അതല്ലാതെ ഇത്തരത്തിലുള്ള ഒരു ന്യൂബോൺ ബേബീസിലാണെങ്കിൽ ചിലപ്പോൾ ഒരു സിംറ്റംസും വരില്ല. വളരെ ഒരു എക്സസീവായിട്ട് ക്രൈ ഉണ്ടാവും, അല്ലെങ്കിൽ തീരെ ക്രൈ ചെയ്യുന്നില്ല കുട്ടി, തീരെ കരയുന്നില്ല. അതല്ലെങ്കിൽ ജോണ്ടീസ് ഉണ്ടാവുന്ന കുട്ടിക്ക്. എല്ലാ ജോണ്ടീസും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ജോണ്ടീസ് ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഡോക്ടർമാർ മനസ്സിൽ വെക്കുന്ന ഒന്ന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അങ്ങനെ വരാം. അതല്ലെങ്കിൽ കുട്ടി റിഫ്യൂസൽ ഓഫ് ഫീഡ്സ്, കുട്ടി പാല് കഴിക്കുന്നില്ല, ഫീഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, ചിലപ്പോൾ ഫീവർ ഉണ്ടാവാം. ഇതൊക്കെയാണ് ന്യൂബോൺ പീരിയഡിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നോൺ സ്പെസിഫിക് ആയിട്ടും ഏതെങ്കിലും ഒരു ഓർഗനെ ബാധിക്കുന്ന നമ്മുടെ മനസ്സിലൊക്കെയുള്ള ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ വേദന വരുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകുന്നു, പനി ഉണ്ടാവുന്നു, വയറുവേദന വരുന്നു. ഇത് ഇങ്ങനത്തുള്ള സിംറ്റംസ് ഒന്നും ന്യൂബോണിലോ അല്ലെങ്കിൽ കുറച്ചൊരു ഇൻഫൻസിലോ ചിലപ്പോൾ ഇത് കാണണമെന്നില്ല. പിന്നെ കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ വരുന്നത്. പനി ഉണ്ടാവാം, മൂത്രമൊഴിക്കാൻ എപ്പോഴും മൂത്രമൊഴിക്കാൻ തോന്നുന്നു, മൂത്രം ഒഴിച്ചിട്ട് മുഴുവൻ ഒഴിഞ്ഞു പോയില്ല എന്നുള്ള തോന്നലുണ്ടാകുന്നു, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ അതിന് വേദന ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നീറ്റലുണ്ടാകുന്നു. പിന്നെ പനി, ഛർദി വരും ചിലപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ഇത് വരും, വിറയിൽ വരും, റൈഗേഴ്സ് വരും. ഇതൊക്കെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ ഒരു സിംറ്റംസാണ്. ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളതിന് ചില സൂചനയാണ്. പക്ഷേ ഇതൊന്നും കുട്ടികൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് ഒരു ഹൈ ഇൻഡെക്സ് ഓഫ് സസ്പിഷനാണ് ചില കാര്യങ്ങളിൽ നമുക്കുണ്ടാകുന്നത്. അങ്ങനെയാണ് നമ്മൾ യൂറിൻ ഇപ്പോൾ ഒരു ഡോക്ടർ പരിശോധിച്ച് വേറെ ഒരു പനിക്ക് ഒരു കാരണമില്ലെങ്കിൽ ചിലപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഡോക്ടർ, ഇത് പൊതുവേ ഇങ്ങനെ കുറേ ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യുന്ന കുട്ടികൾ, അപ്പം അമ്മമാർ കുട്ടികളോട് ചോദിക്കുമ്പോൾ ഒരു പ്രോബ്ലം കാണില്ല, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഇതും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് ചിലപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കൂടുതൽ പ്രാവശ്യം മൂത്രമൊഴിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ അതേ സമയത്ത് കൂടുതൽ പ്രാവശ്യം മൂത്രമൊഴിക്കുന്നത്
ഒരു വേറെ ചില അസുഖത്തിൻ്റെ സിംറ്റംസ് ആണ്, വേറെ ചില അസുഖമല്ല, ചില കണ്ടീഷൻസിൻ്റെ ഇതാണ് സൂചനകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു 40% ഓഫ് കുട്ടികളിൽ ഇപ്പോൾ ശരീരം എന്നോട് ചോദിച്ച പോലുള്ള ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകുന്നു എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് നമുക്ക് കിട്ടാറുണ്ട്. 40% കുട്ടികളിൽ ഇത് കണ്ടുവരുന്നുണ്ട്. ഇത് ഒരു നല്ലൊരു ശതമാനത്തോളം ഇതിന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് എന്താണ് പറയുന്നത്, ഇതിൻ്റെ ഫ്രീക്വൻസി എന്നാണ് പറയുന്നത് നമുക്കുണ്ട്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട്, അപ്പോൾ എത്ര പ്രാവശ്യം ഒഴിക്കുമ്പോഴാണ് നമുക്കൊരു സിംറ്റം അല്ലെങ്കിൽ ഇതെന്തെങ്കിലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഇത് ഒരു 8 പ്രാവശ്യം, ഒരു കുട്ടി ഒരു പകൽ സമയത്ത് 8 പ്രാവശ്യത്തിൽ കൂടുതൽ മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് പോകുന്നു എന്നുള്ളതും, ഒരു 3 അതിൽ കുറവോ ആണെങ്കിൽ വളരെ ഇൻഫ്രീക്വൻ്റ് ആയിട്ട് മൂത്രം ഒഴിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. പല കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഇതിന് ന്യൂറോളജിക്കൽ കാരണങ്ങളുണ്ടാവാം, പല എന്തെങ്കിലും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ ഈ മൂത്രം എങ്ങനെയാണ് മൂത്രം ഒഴിക്കുന്നതിൻ്റെ ആ ഒരു കാര്യം, നമ്മൾ എങ്ങനെയാണ് നമുക്ക് മൂത്രസഞ്ചി നിറയുന്നു. മൂത്രസഞ്ചി നിറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൂത്രം ഒഴിക്കാൻ തോന്നിയെന്ന് വിചാരിക്കുക, നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആ കൺട്രോൾ ചെയ്യുന്ന ഇതിനുള്ള ഇത് നമുക്കുണ്ട്. നമുക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക വെച്ചാൽ, മൂത്രം ആദ്യം നിറയുമ്പോൾ നമുക്ക് ആദ്യം മൂത്രം ഒഴിക്കാനുള്ള ഒരു തോന്നലുണ്ടാവും. മൂത്രം ഒഴിക്കേണ്ട തോന്നലുണ്ടാകുമ്പോൾ അതിന് പറ്റിയ ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നു, നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് വെച്ചാൽ, ഈ ഡെട്രൂസർ മസിൽ, അതായത് ഈ ബ്ലാഡറിൻ്റെ മസിൽ കൺട്രാക്ട് ചെയ്യും. മസിൽ ഇങ്ങനെ വളരെ ഇതായിരിക്കും, അതിൻ്റെ പ്രഷർ അങ്ങ് കൂടും. പ്രഷർ കൂടുമ്പോൾ ഇതിൻ്റെ ആ മൂത്രസഞ്ചിയിലുള്ള ആ വാൾവ് റിലാക്സ് ചെയ്യും. അങ്ങനെയാണ് മൂത്രം പോകുന്നത്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇതിന് ചില നെർവ് സപ്ലൈസ് ഉണ്ട്. അത് നമ്മുടെ നട്ടലിൽ നിന്നാണ് ഈ നെർവ്സ് വരുന്നത്. ഈ നെർവാണ് ഇതുണ്ടാകുന്നത്. ഇത് കൺട്രാക്ട് ചെയ്യാനും മറ്റത് റിലാക്സ് ചെയ്യാനും സാധിക്കുന്ന ഈ ഒരു കൺട്രാക്ഷൻ വരുന്നത് നമ്മുടെ നട്ടലിൽ നിന്നാണ്. പക്ഷേ ഈ നട്ടലിൽ വരുന്നതും ഇതിപ്പോൾ നമുക്ക് മൂത്രമൊഴിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ എന്ത് ചെയ്യും, ഇതിനൊരു ഹയർ സെൻറ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ബ്രെയിൻ ഉണ്ട്. ബ്രെയിൻ്റെ കോർട്ടക്സ് എന്ന് പറഞ്ഞ ബ്രെയിൻ്റെ ഏറ്റവും വലിയ ഭാഗമുണ്ട്, സെൻറ്റർ ഉണ്ട്. ആ സെൻറ്റർ കൂടാതെ നമുക്ക് ബ്രെയിൻ സ്റ്റം ഉണ്ട്. ഇവിടെയൊക്കെ ഇതിന് യൂറിൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഈ സെൻറ്റേഴ്സ് നമ്മൾ പറയും, അവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ നട്ടലിന് കമ്മ്യൂണിക്കേഷൻ കിട്ടും. ഇപ്പോൾ മൂത്രമൊഴിക്കാൻ പറ്റിയ സാഹചര്യമില്ല, അതുകൊണ്ട് കുറച്ചും കൂടി റിലാക്സ് ചെയ്യുന്നു. അപ്പോൾ കുറച്ചും കൂടി റിലാക്സ് ചെയ്യും. അങ്ങനെ വളരെ ഒരു സാഹചര്യം എത്തുമ്പോഴാണ് നമ്മൾ പിന്നെ പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ പോകുന്നത്. ഇതാണ് സാധാരണ വോയിഡിങ് ഇതുണ്ടാകുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ഞാൻ പറഞ്ഞ ഈ സെൻറ്ററിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മൂത്രമൊഴിക്കും, കാരണം ഇൻഹിബിഷൻ ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ ഈ നെർവ്സിൽ എന്തെങ്കിലും ഇതിൻ്റെ ഇതുണ്ടെങ്കിൽ അതും പെട്ടെന്ന് മൂത്രമൊഴിക്കും. അപ്പോൾ നട്ടലിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ നട്ടലിന് വരാവുന്ന രോഗങ്ങൾ, ഇപ്പോൾ എന്തെങ്കിലും ട്രോമ, നമ്മളൊരു ആക്സിഡൻറ്റ് ഉണ്ടായി വിചാരിക്കുക, നട്ടലിന് എന്തെങ്കിലും ട്രോമ പറ്റിയാൽ ചിലപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിച്ചുകൊണ്ടു. അത് ഈ ഒരു സപ്ലൈ ഈ മസിലിൽ കൺട്രാക്ട് ചെയ്യും, ഈ സ്ഫിങ്ക്റ്റർ റിലാക്സ് ചെയ്യുന്ന ആ ഒരു മസിലിന്, ആ ഒരു നെർവിനെ ബാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുന്നത്. ഇതല്ലെങ്കിൽ നമ്മുടെ സെൻറ്ററിന് ബ്രെയിനിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇതേപോലെ സംഭവിക്കുന്നത്. സ്ട്രോക്കൊക്കെ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇൻകോണ്ടിനൻസ് ഉണ്ടാകും. അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഇത് ഒരു കാരണമാണ്. ഇതല്ലാതെ മറ്റു കാരണം എന്ന് പറയുന്നത് ഈ മസിലിൻ്റെ ഓവർ ആക്ടിവിറ്റി കൊണ്ടുണ്ടാവും. ഈ മസിൽ തന്നെ ഓവർ ആക്റ്റീവ് ആകും, ഡെട്രൂസർ മസിൽ. അങ്ങനെയും വരുമ്പോഴും പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ തോന്നും. ഇതൊന്നും അല്ലെങ്കിൽ ഫങ്ഷണൽ ബ്ലാഡർ ഡിസ്ഫങ്ഷൻ ഉണ്ട്. ഈ ഫങ്ഷണൽ ബ്ലാഡർ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് അതാണ് നമുക്ക് കുട്ടികൾ, അതാണ് ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ളത്. കാരണം വെച്ചാൽ ചിലപ്പോൾ കുട്ടികൾ പലപ്പോഴും എന്തുണ്ടാവും എന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ ഓവർ ആക്റ്റീവ് ബ്ലാഡർ മസിൽ പറഞ്ഞ്, മറ്റൊന്നുണ്ട് ഈ അൺട്രാക്റ്റീവ് മസിൽ ഉണ്ട്. അൺട്രാക്റ്റീവ് മസിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, കുട്ടികൾ കളിക്കുമ്പോൾ വളരെ കളിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന കുട്ടികളെന്ന് വെച്ചാൽ മൂത്രം ഒഴിക്കാൻ തോന്നിയാലും പോകില്ല, പിടിച്ചു നിൽക്കുമ്പോൾ എന്താണ്, അപ്പോൾ അതാണ് പോസ്റ്റ്പോൺമെൻറ്റ് ഓഫ് വോയിഡിങ്. അതായത് ഈ മൂത്രം ഒഴിക്കുന്നത് അവരിങ്ങനെ മാറ്റി വെച്ചിട്ട് എന്തുണ്ടാവും എന്ന് വെച്ചാൽ, ഇതിങ്ങനെ കുറേ കഴിയുമ്പോഴെന്തുണ്ടാവും വെച്ചാൽ, അങ്ങനെ ഇടയ്ക്ക് പോയി മൂത്രം ഒഴിക്കുന്നത്, ഇങ്ങനെ കുറേ കാലം ഇവരിങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ മസിലിൻ്റെ ആ ഫങ്ഷൻ, അതായത് അതിൻ്റെ ആ ടെൻഷൻ കുറയും. ഈ ടെൻഷൻ കുറയുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ, ഈ മസിൽ നമ്മൾക്ക് എലാസ്റ്റിക് ഒക്കെ പിടിച്ച് വലിച്ചാൽ എങ്ങനെ ഉണ്ടാവും, നമ്മൾ എലാസ്റ്റിക് അത് പിടിച്ചു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് പോയി കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ ആ സ്ട്രെങ്ത് പോയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വോയിഡിങ് പോസ്റ്റ്പോൺ വിത്ത് ഹൈപ്പോ ആക്റ്റീവ് മസിലാണ് ഉണ്ടാകുന്നത്. ഹൈപ്പോ ആക്റ്റീവ്, ആ മസിൽ അത്ര ശക്തി കുറയുന്നു. ഇത് കാരണം കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നും. ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിന്. അപ്പോൾ ഇതാണ് നമ്മൾ കുട്ടികളിൽ ഈ ഒരു കണ്ടീഷൻ ആണ് കുട്ടികളിൽ. ഇതിനും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒന്നുമില്ല, പക്ഷേ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി ഇപ്പോൾ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊക്കെ നോക്കണം. അതായത് അവരെ ഞരമ്പിനോ നട്ടലിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവരെ മറ്റേ ബ്രെയിനിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതൊക്കെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇവർക്ക് ഈ ഫങ്ഷണൽ വോയിഡിങ് ബ്ലാഡർ ഡിസ്ഫങ്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ കുട്ടികളോട് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ കഴിഞ്ഞാൽ മൂത്രം ഒഴിച്ചിരിക്കണം എന്ന് പറയാം. അപ്പോൾ കൂടുതൽ നേരത്തെ പോകുന്ന കുട്ടികളാണെങ്കിൽ ഇത്രയും പിടിച്ചു വെക്കാൻ നമ്മൾ പഠിപ്പിക്കണം. അതിലും വളരെ വൈകി പോകുന്ന, ഇപ്പോൾ നേരത്തെ കുട്ടികൾ പോസ്റ്റ്പോൺ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവരിൽ കുറച്ചുകൂടി നേരം
അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യരുത്, ഇത്രയും സമയത്തിൽ നമ്മൾ ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കുക കുട്ടികളെ. പിന്നെ ഒന്ന്, ഇത് കോൺസ്റ്റിപ്പേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ യൂറിൻ ട്രാക്ട് ഇൻഫെക്ഷൻ വരാനും അതേപോലെ തന്നെ ഈ വോയിഡിൻ ഡിസ്ഫങ്ഷൻ വരാനും സാധ്യതയുള്ളതാണ്. അപ്പോൾ അത് കോൺസ്റ്റിപ്പേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇത് കഴിഞ്ഞിട്ടും കുട്ടികൾക്ക് അപ്പോൾ ഇങ്ങനെ ട്രെയിൻ ചെയ്യലാണ് ഈ കുട്ടികളെ. ബിഹേവിയറൽ തെറാപ്പിയാണ് അവർക്ക് ചെയ്യുന്നത്. ഒരു ബിഹേവിയർ മാറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. ബിഹേവിയർ മോഡിഫിക്കേഷനാണ് നമുക്ക് ഇതിൽ വരുത്താനുള്ളത്. മറ്റേത് ചെയ്യുന്നത്. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ? സരിതയാണ്. ഡോക്ടറോട് സംസാരിച്ചോളൂ സരിത. ഹലോ ഹലോ, ഡോക്ടറല്ലേ? അതെ അതെ, ചോദിച്ചോളൂ. മകൾക്ക് വേണ്ടിയിട്ടാണ്. മകൾക്ക് 6 years ആയി. മകള് ഈ രാവിലെ ഉറങ്ങിണീച്ചാലെല്ലാം നമ്മൾ പറയാണ്ട് ടോയ്ലറ്റ് പോവാൻ പറഞ്ഞാൽ പോകൂല. നിർബന്ധിച്ചല്ല, പറഞ്ഞാൽ മാത്രം പോവും. പിന്നെ വെള്ളമൊക്കെ നല്ലോണം കുടിക്കുന്നതിനോട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ യൂറിനെല്ലാം ടെസ്റ്റ് ചെയ്തതിന് കുറെ മുന്നേ ഒന്നും ഇൻഫെക്ഷൻ ഒന്നും ഇല്ല എന്നാ പറഞ്ഞത്. അതാണല്ലേ. ടോയ്ലറ്റിൽ പോകുമ്പോ മോഷനും മലവും പോകുന്നുണ്ടല്ലോ ശരിക്കും അല്ലേ? കോൺസ്റ്റിപ്പേഷൻ അതൊന്നും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ രാവിലെ നമുക്കിപ്പോ സാധാരണ രാവിലെ എണീച്ചാൽ ആ ഒരു ഇത് പറഞ്ഞാ പോകും, വേഗം എണീറ്റിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. അപ്പൊ ഇത് സാധാരണ ഏറ്റവും കൂടുതൽ ഒരു നമുക്ക് ടോയ്ലറ്റ് പോകാനുള്ള ഒരു ടോയ്ലറ്റ് പോകാൻ തോന്നുന്നത് മോർണിംഗിലാണ്. സാധാരണ മൂത്രമൊഴിക്കാനാ പറഞ്ഞത്. അതെ, യൂറിൻ പാസ് ചെയ്യുന്നതും സാധാരണഗതിയിൽ രാവിലെ തന്നെയാണ് ആളുകൾക്ക് തോന്നുക. അതേപോലെ തന്നെയാണ് ഈ നമ്മളതിന് ഫുഡ് കഴിച്ചാലും ഇങ്ങനെ മലം പോകാനോ അല്ലെങ്കിൽ മൂത്രം പോകാനുള്ള ഒരു തോന്നലുണ്ടാവും ആളുകൾക്ക്. അപ്പൊ ഇത് ഈ സമയത്ത് നമുക്കൊരു ഹാബിറ്റ് കുട്ടിക്ക് ഫോം ചെയ്യാണ് വേണ്ടത്. അപ്പൊ അവളെ നിർബന്ധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ് കുട്ടിക്ക് അതൊരു പണിഷ്മെന്റ് രൂപത്തിലാവരുത്. പക്ഷെ കുട്ടിയും കൂടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ ഇല്ലെങ്കിൽ ഇങ്ങനെ യൂറിൻ ട്രാക്ട് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വന്നാലും യൂറിൻ ട്രാക്ട് ഇൻഫെക്ഷൻ വരും എന്നൊക്കെയുള്ള കുട്ടിയെ പഠിപ്പിച്ച് പിന്നെ അവൾ പറയേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു 10 മണിക്കോ 12 മണിക്കോ ഉറങ്ങുന്ന ഒരു കുട്ടിയാണെങ്കിൽ 6-8 മണിക്കൂർ കഴിയുന്നവരെ നമ്മൾ മൂത്രമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ബ്ലാഡർ എന്തായാലും ഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ മൂത്രം ഒഴിക്കേണ്ടത് തന്നെയാണെന്നുള്ള കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ മൂത്രം ഒഴിച്ചില്ലെങ്കിൽ ഇതേപോലുള്ള ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് മൂത്രം ഈ ബ്ലാഡറിൻ്റെ ഈ മസിലിൻ്റെ ടെൻഷനൊക്കെ കുറഞ്ഞിട്ട് പിന്നെ എപ്പോഴെപ്പോഴും മൂത്രം ഒഴിക്കാനും മൂത്രത്തിലുള്ള ഇൻഫെക്ഷൻ കൂടുതൽ റിക്കറൻ്റ് ആയിട്ട് വരാനും സാധ്യതയുണ്ടെന്നൊക്കെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് കുട്ടി അത് കുറച്ചുകൂടി ചെയ്യിപ്പിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ കുട്ടിക്ക് ഒരു ഹാബിറ്റ് ഫോം ചെയ്യും. ഹാബിറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവൾ പിന്നെ തന്നെ നമ്മൾ പറയാതെ തന്നെ പോയിക്കോളും കേട്ടോ. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി കുട്ടിയുടെ പണിഷ്മെന്റ് എന്നുള്ള നിലയ്ക്ക് ചെയ്യരുത്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടും വളരെ ഹാർഷായിട്ടും കുട്ടിയോട് ഇത് പറഞ്ഞാൽ പിന്നെ അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് കുട്ടിയെ നമ്മൾ വിശ്വാസത്തിലെടുത്തിട്ട് അവൾ ഇതിൻ്റെ ഒരു കാരണം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ചെയ്യിപ്പിക്കണം കേട്ടോ. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ലാത്ത സമയത്തൊക്കെ മൂത്രം ഒഴിക്കുന്നുണ്ടല്ലോ കുട്ടി അല്ലേ? എല്ലാം പോകുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ രാവിലെ നമ്മൾ സാധാരണ ഉറങ്ങിണീക്കുമ്പോ ഇല്ല പറഞ്ഞ ഉപയോഗം പോകില്ലെന്ന് അവിടെ അത് പറഞ്ഞാൽ പോകുന്നതുകൊണ്ട് തന്നെ മറ്റ് ഒരു അബ്നോർമാലിറ്റി വേണ്ട കുട്ടിക്ക് വേറൊരു പ്രശ്നം ഇല്ലാന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഡോക്ടർ നമ്മളോട് ഇത്രയും നേരം ഇതിൻ്റെ സിംറ്റംസ് കോസസിനെ കുറിച്ചാണ് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. ഇനി ഒരു ബ്രേക്കിന് സമയം. അപ്പം ബ്രേക്ക് കഴിഞ്ഞിട്ട് ഡോക്ടർ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്.